Hi friends, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് 5 പൈസ ഗോ ചാർട്ടിംഗ് പവർഡ് ബൈ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വീട്ടിലിരുന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് നോയ്സിന്റെ കുറച്ച് ഇഷ്യൂസ് കാണും. ഈ ഒരാഴ്ചത്തെ വരുന്ന വീഡിയോസ് എല്ലാം ഞാൻ വീട്ടിലിരുന്ന് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു കുറച്ച് നോയ്സിന്റെ കുറച്ച് ഇഷ്യൂസ് കാണും. അത് ദയവായി ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റ് പൊതുവേ നിഫ്റ്റി ഒരു വല്ലാത്തൊരു റേഞ്ചിലായിരുന്നു. പക്ഷേ ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയ ദിവസം, അതായത് ഒരു ഫെയിൽഡ് ഓപ്ഷൻ മുകളിൽ വന്ന് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വന്ന ദിവസമാണ്. പക്ഷേ ഈ ഒരു റേഞ്ച് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. 25,400നും 25,800 ഇടയ്ക്കുള്ള 400 പോയിന്റ് കിടന്നാണ് നിഫ്റ്റി കിടന്ന് കളിക്കണം. നമ്മൾ ഇത്രയും ദിവസം എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ എവിടെ പോയാലും 25,400 ഭാഗത്ത് നിഫ്റ്റി തിരിച്ച് റിവേഴ്സ് ചെയ്ത് പോകുന്നുണ്ട്. 25,800 ഭാഗത്ത് നിഫ്റ്റി റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ മാർക്കറ്റ് അങ്ങനെ ഒരു റേഞ്ചബിൾ പ്ലേ ആണ്. പ്യൂർലി ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയ ദിവസമായിരുന്നു. ഇന്നൊരു FA ഉണ്ട്. അത് പ്രകാരം വലിയ ഇന്നലത്തെ POCയുടെ ഭാഗത്ത് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി. അതായത് ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. നമ്മൾ പുതിയ കോൺട്രാക്ട് ആയിരുന്നു മാർച്ച് മാസത്തെ വന്നത്. ആ പുതിയ കോൺട്രാക്ട് ഗ്യാപ്പ് അപ്പോട് ഓപ്പൺ ചെയ്ത് തിരിച്ച് താഴേക്ക് ഇറങ്ങി സ്പോട്ട് എല്ലാം ഗ്യാപ്പ് ഫില്ല് ചെയ്ത്, ഫ്യൂച്ചറും ഗ്യാപ്പ് ഫില്ല് ചെയ്ത്, ഓൾമോസ്റ്റ് ഗ്യാപ്പ് ഒക്കെ ഫില്ല് ചെയ്തായിരുന്നു. POC നിൽക്കുന്ന 25,614 ഭാഗത്താണ് POC നിൽക്കുന്നത്. അപ്പൊ ഞാൻ ആ POC നിഫ്റ്റിയിൽ ഒന്ന് മാറ്റി വെക്കാം. ഇവിടെയാണ് 25,614 ഭാഗത്തേക്ക് ഞാൻ ആ POC ഒന്ന് കൊണ്ടുവരാം. 25,614 താഴെ അവിടെ ഞാൻ POC കൊണ്ടുവന്നു. ഇനി നമുക്ക് നോക്കേണ്ട ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ലോവർ, അതായത് 25,423 താഴെ മാത്രമേ ഞാൻ ഒരു ബെയറിഷ് റെഫറൻസ്, എത്രയാണ്, 25,425 25,425 താഴെ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 25,386 ഭാഗത്തേക്ക് വരാം. S1 എന്ന് പറഞ്ഞാൽ 25,386, 25,386 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്തത് വരുന്നത് 25,320, 25,320 ഭാഗത്തേക്ക്, എത്ര, 25,320 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,320 ആണ്. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,275. ഇതാണ് എനിക്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവൽ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ 25,425 പൊട്ടയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി 386, 320, 275 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നിഫ്റ്റി വരെയുള്ള ചാൻസ് ഉണ്ട്. നാളെ ഒരു ട്രേഡബിൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ലോവർ ലെവൽ സ്ട്രക്ചർ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ വരും. അവിടെ വെച്ചൊരു പുട്ട് ഓപ്ഷൻ ട്രൈ ചെയ്യുന്നെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് വരും. ഇനി ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ 25,675 താഴെ, 25,675 മുകളിൽ മാത്രമേ ഇനി ഒരു ഫ്രഷ് ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇതുവരെയാണ് 25,725 ഭാഗത്തേക്ക് വരാം. എത്രയാണ്, 25,725 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,725 ഫസ്റ്റ് ടാർഗറ്റ് വരും. 25,725 ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അടുത്ത വരുന്ന 25,000 R3 എന്ന് പറയുന്നത്, R2 എന്ന് പറയുന്നത് 25,775 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,830, എത്രയാണ്, 25,830 ഭാഗത്തേക്ക്. ഇതാണ് എനിക്ക് നിഫ്റ്റിയുടെ അപ്പർ സൈഡ് റെഫറൻസ് ലെവൽ പറയാനുള്ളത്. സോ ലോവർ സൈഡ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ലോവർ ലെവൽ 425 പൊട്ടിയാൽ ഹെവി ആയിട്ടുള്ള സെല്ലിംഗ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ഈ റെഫറൻസ് ലെവൽ ഒന്ന് കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇതാണ് നിഫ്റ്റിയെ കുറിച്ച് പറയേണ്ടത്. അടുത്ത ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റി പൊതുവെ ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയിരുന്നു. പക്ഷെ ഒരു പ്യൂർലി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ POCയും അല്ല അടുത്താണ്, ഒരു റേഞ്ചും ഇല്ല. ഈ ഒരു റേഞ്ച് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. 61,159 ബാങ്ക് നിഫ്റ്റിയുടെ POC, 61,159, 61,159 ബാങ്ക് നിഫ്റ്റിയുടെ POC. ഞാൻ ആ ബാങ്ക് നിഫ്റ്റിയുടെ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബുള്ളിഷ് റെഫറൻസ് ബാങ്ക് നിഫ്റ്റി ഒരിടത്തും പോകുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു റേഞ്ചിനെ ഞാൻ മെർജ് ചെയ്യുന്നു. വേറെ ഒന്നിനു വേണ്ടിയിട്ടില്ല, നമുക്ക് ഒരു എവിടെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഈ റേഞ്ച് മെർജ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും എന്നാണ് എനിക്കറിയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് 69,995 61,322 ഇടയ്ക്ക് ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 61,408 ഇപ്പോഴും ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ നിൽക്കാൻ 61,544, 61,675, 61,790 ഭാഗത്തേക്ക് പോകാം. ബെയറിഷ് റെഫറൻസിന് മാത്രമേ ഒരു ചെറിയ ചേഞ്ചസ് ഉള്ളൂ. ഞാൻ ആ ബെയറിഷ് റെഫറൻസ് ചേഞ്ചസ് വരുത്താൻ വേണ്ടി ഞാൻ ആൾറെഡി ഒരു ശ്രമിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം നോക്കേണ്ട ബെയറിഷ് റെഫറൻസ് ചെയ്യുന്നത് ഇന്നത്തെ ലോവർ ലെവൽ അല്ലെങ്കിൽ 60,800 താഴെ മാത്രമേ ഞാനൊരു സെല്ലിംഗ് എടുക്കുന്നുള്ളൂ. എത്രയാണ്, 60,800
800 താഴെ മാത്രമേ ഞാനൊരു ബാങ്ക് നിഫ്റ്റിക്ക് സെല്ലിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് വരാം? 60,668. ഫസ്റ്റ് ടാർഗറ്റ് 60,668ന്റെ ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു വാല്യൂ ഒരു ലോ അല്ലെങ്കിൽ 520. സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ 6520, 60,520ന്റെ ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 60,400, 6400 എന്ന് പറഞ്ഞ ഭാഗത്ത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതായിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ ഡൗൺവേർഡ് റെഫറൻസ് ലെവല്. ഇന്നത്തെ ലോവർ ലെവൽ പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സെല്ലിംഗ് പ്രതീക്ഷിക്കുക. അത് വേണമെങ്കിൽ ഈ ഒരു POC അറിയാതെ നമുക്ക് ഏത് ദിവസത്തെ POC 16 ഫെബ്രുവരിയുടെ POC ആയ 60,468ന്റെ ഭാഗത്തേക്ക് ടെസ്റ്റ് പോസിബിൾ ആണ്. അപ്പൊ അതാണ് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാം. ഇല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ചാൻസ് ആയിരിക്കും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കാണുന്നത്. മിഡ് ക്യാപ്പിൽ അങ്ങനെ വലിയൊരു പ്യൂർലി ഒരു ന്യൂട്രൽ ഡേ ആയിരുന്നു മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. മിഡ് ക്യാപ്പിൽ അങ്ങനെ വലിയൊരു മാറ്റങ്ങളൊന്നുമില്ല. മിഡ് ക്യാപ്പിൽ നമ്മൾ POC ഇങ്ങനെ 13,548ന്റെ ഭാഗത്തേക്ക് POC വന്നു. ഞാൻ ആ POC മാറ്റി 13,548 ആണ് POC. അത് ഞാനൊന്ന് മാറ്റി വെച്ചു. 13,600 മുകളിലാണ് മിഡ് ക്യാപ്പിൽ ഇപ്പോഴും ബൈ ഉള്ളത്. അത് 648, 690, 740 ഭാഗത്തേക്ക് വരാം. സെല്ലിങ് ഞാൻ എടുക്കുന്നത് ഇതാണ്. 13,450 താഴെ സെല്ലിങ് എടുക്കാം. 13,450 താഴെ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. ഫസ്റ്റ് ടാർഗറ്റ് 13,400ന്റെ ഭാഗത്തേക്ക് വരാം. 13,400ന്റെ ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 13,356ന്റെ ഭാഗത്തേക്ക് വരാം. അത്രയും 13,356ന്റെ ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,305. എത്രയാണ്? 13,305ന്റെ ഭാഗത്തേക്ക്. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിൽ സംബന്ധിച്ച് ഡൗൺവേർഡ് റെഫറൻസ് ലെവല്. സോ ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു ന്യൂട്രൽ ഡേ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി ന്യൂട്രലിസ്റ്റിൻ ഡൗൺ ആയിരുന്നു. നിഫ്റ്റി ന്യൂട്രലിസ്റ്റിൻ ഡൗൺ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിക്ക് ആണെങ്കിൽ POC വളരെ റേഞ്ച് ഞാൻ കൃത്യമായിട്ട് റേഞ്ച് എടുക്കുകയാണ്. അപ്പൊ ഇത് നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു റേഞ്ച് എസ്റ്റാബ്ലിഷ് ആവുന്നു, ഇവിടെ ഒരു റേഞ്ച്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി എവിടെയും പോകുന്നില്ല. നിഫ്റ്റിയും വേറൊരു കാര്യം നിങ്ങൾ നോക്കിയാൽ, ഞാൻ ഈവൻ അത് ഇന്നത്തെ POCയുടെ ഭാഗത്ത് കിട്ടിയാൽ എടുക്കാം. പക്ഷെ ഞാൻ ഈ റെഫറൻസ് ലെവലൊക്കെ ഒന്ന് മെർജ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ആവാൻ പറ്റും. കാരണം മാർക്കറ്റ് ഒരിടത്തും പോയിട്ടില്ല. ഈ ഒരു റെഫറൻസ് ലെവലുകൾ കൃത്യമായിട്ട് റേഞ്ച് എടുത്ത് പോകുന്നല്ലാതെ നിഫ്റ്റി ഒരിടത്തും പോയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ 25,500നും 25,750 കിടക്കാണ് ഇവൻ കിടന്ന് കളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ 25,265 പൊട്ടുകയാണെങ്കിൽ മാത്രം നിഫ്റ്റിയിൽ ഒരു ഹെവി സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. അത് വേണമെങ്കിൽ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്സ് പോസിബിൾ ആണ്. ഇല്ല എങ്കിൽ ഇങ്ങനെ ഒരു റേഞ്ച് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കടന്ന് കളിക്കാനുള്ള ചാൻസ് ആയിരിക്കും കാണുന്നത്. ഒരു ബ്രേക്ക് ഔട്ടിന് സമയമായെന്ന് എൻ്റെ ഒരു ഇൻഡ്യൂഷൻ പറയുന്നുണ്ട്. കാരണം മാർക്കറ്റ് ഇത്ര റേഞ്ച് വന്ന സ്ഥിതിക്ക്, പ്രത്യേകിച്ച് മെയ് ആയതുകൊണ്ട്, മെയ് അല്ല, മാർച്ച് മാസം ഫിനാൻഷ്യൽ എൻഡിങ് ആയതുകൊണ്ട് മാർക്കറ്റ് നല്ല രീതിയിൽ ഹെവി ആയിട്ട് ഒരു പുഷ് ഏത് സൈഡിലാണ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ലെവൽ കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്യുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഈ വരാൻ പോകുന്ന സെക്കൻഡ് വീക്ക് ഓഫ് മാർച്ചിൽ നമ്മുടെ ഓൺലൈനിന്റെ സെക്കൻഡറി ബാച്ച്, ഈ വർഷത്തെ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മക പ്രൊഫൈൽ ഓർഡർ ഫ്ലോയുടെ പ്രൊഫഷണൽ വേയിൽ ട്രേഡിങ്ങിനെ കുറിച്ച്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തമിഴിൽ കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ട്രേഡിംഗ്.